ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ കുഞ്ഞ് വെണ്ടത്തോട്ടത്തെയാണ്. ഇതെന്ന് പറയുന്നത് കുറച്ച് വലുതാവുന്ന ടൈപ്പ് വെണ്ടയ്ക്കയാണ്. ഇതിനെ നമ്മൾ ആന വെണ്ട എന്നൊക്കെ പറയും. ആനക്കൊമ്പനല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കണക്ക് ആനക്കൊമ്പനല്ല. ഇത് നമ്മൾ തന്നെ പറയുന്നതാണ് ആന വെണ്ട എന്ന്. കുറച്ച് വലിപ്പമുള്ള കായ്കളായതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. ഇതെൻ്റെ അടുക്കളയുടെ തൊട്ടടുത്ത് തന്നെ നട്ടേക്കുന്ന വെണ്ടയാണ്. ഇതൊരു 20 മൂടോളം ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് യഥേഷ്ടം കായ ദിവസവും ലഭിക്കുന്നുണ്ട്. നമ്മളെ വീട്ടില് മെഴുക്ക് വരട്ടിയോ തോരൻ വെക്കാനോ ഒക്കെ എടുക്കുകയും ചെയ്യാം. നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കുകയും ചെയ്യാം. അത് ആകുമ്പോൾ ഇരട്ടി സന്തോഷം ഉണ്ടാവും. എല്ലാവരും വിഷം കലർന്ന പച്ചക്കറി ദിവസവും കഴിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നട്ട് വളർത്തിയ കുറച്ച് പച്ചക്കറിയെങ്കിലും ഒരു ദിവസത്തിനുള്ളത്, അല്ലെങ്കിൽ ഒരു കറിക്കുള്ള പച്ചക്കറിയെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ അത് വലിയ കാര്യമല്ലേ. അപ്പൊ ഇതാണ് ഇതിന്റെ വിത്ത് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതിങ്ങനെ പൊളിച്ച് ഓരോ സൈഡ് വീതം പൊളിച്ച് പൊളിച്ച് നമുക്ക് ഇതിന്റെ വിത്ത് എടുക്കാം. ഇത്തിരി വലുപ്പമുള്ള തൈകളും തന്നെയാണ്. തൈ ആയിരിക്കുമ്പോഴും ഇതിന് ഉണ്ടായിരിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ വിത്ത്. അപ്പൊ ഇത് പാവി നമുക്ക് തൈകള് തയ്യാറാക്കി നടാവുന്നതാണ്. ഞാൻ നട്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെണ്ടയും ഇത് തന്നെയാണ്.